അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് സൺഡേ എടുത്തതാണ്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന താമസിച്ചു കേട്ടോ. അപ്പോൾ സൺഡേ ആയിക്കൊണ്ട് ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് നീറ്റാക്കല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 1-ാം തീയതിയാണ് വരാൻ പോകുന്നത്. ഒപ്പം ഓണം വരാൻ പോവാണ്. അതിനോടൊക്കെ അനുബന്ധിച്ച് റൂമൊക്കെ നടുക്കി പെറുക്കണം, അല്ലെങ്കിൽ മൊത്തം അലങ്കോലമായിട്ട് ഇട്ടിരിക്കണം കേട്ടോ. ഞങ്ങളുടെ മോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ മൊത്തം കൊളാക്കും കേട്ടോ. നമ്മൾ എത്ര അടുക്കി പെറുക്കി വെച്ചാലും ഈ കാന്താരി എല്ലാം നിരത്തി വയ്ക്കും. ഇപ്പം ഇവളിങ്ങനെ ഇരുന്ന് കാണിക്കുന്നില്ലേ, ഇതെല്ലാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവൾ മൊത്തം ഹോളിലെല്ലായിടത്തും കൊണ്ട് വിതറിയിടും കേട്ടോ. തിരിച്ചെടുത്ത് വയ്ക്കുന്ന പരിപാടിയൊന്നും നമുക്ക് അറിയത്തില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു ഗ്രൂപ്പ് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഇത് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ എടുത്തൊരു സാരിയാണ് കേട്ടോ. ഇത് വിഷുവിന് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഓണത്തിന് കൊടുക്കാൻ എനിക്ക് ഇപ്പോൾ ഈ സാരി ഉള്ളൂ കേട്ടോ. സെറ്റ് സാരി വേറെ ഇരിപ്പില്ല. ഒരു സാരി ഉണ്ട്, പക്ഷേ അത് ഒത്തിരി പഴയ സാരിയാണ്. അപ്പം അവളുടെ പണ്ടത്തെ ടർക്കിയാണ് കേട്ടോ. അവൾ കുഞ്ഞായിരുന്നപ്പോൾ ടർക്കിയൊക്കെ ഞാൻ ഇപ്പോഴും കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ്. അതിനിടയ്ക്ക് നോക്ക് തൂണ് മടക്കാൻ തോന്നപ്പോഴത്തേനും വന്ന് കാണിക്കുന്ന പരിപാടിയാണിത്. ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ അവളും ഉണ്ട്. അപ്പോൾ പൂജാമുറി ഇല്ലാത്തതുകൊണ്ട് കൃഷ്ണനെ എല്ലാം ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പൂജാമുറി നമുക്ക് സെറ്റാക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ഹോളിലാണെങ്കിൽ ഒരു വുഡെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാർപ്പൻറ്ററെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതിരിക്കും. നമുക്ക് തന്നെ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വേണം. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഗുരുവായൂരപ്പനെ കാണാതെ എനിക്കൊരു ദിവസമില്ല കേട്ടോ. എനിക്ക് എഴുന്നേൽക്കണമെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം. ഗുരുവായൂരപ്പനാണ് എൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെ എനിക്കിതാണ് കാണിക്കുന്ന പരിപാടിയുണ്ടോ. ഞങ്ങളൊരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുന്നു, അവളിവിടെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റൂമൊക്കെ അടിച്ച് കാരണം തുണിയൊക്കെ ഫോൾഡ് ചെയ്ത് ഒരുമാതിരിയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് കേട്ടോ. ഇത് നമ്മുടെ വീടല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ കബോർഡൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം അടിച്ച് വാരി കുറേ അധികം പഴയ ഡ്രസ്സൊക്കെ കളകളൊക്കെ എടുത്ത് കളഞ്ഞു. കുറേ അവളുടേതായ കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തെല്ലാം കളയുകയാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയിട്ട് കുറച്ച് മീനൊക്കെ കിട്ടി കേട്ടോ. കുറച്ച് കണ്ണയില, ചെമ്മീൻ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഞായറാഴ്ച മാത്രമേ മീനൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ മേടിച്ച് എല്ലാം വൃത്തിയായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് സാധാരണ പതിവ്. ഇപ്പോൾ ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് മീനൊക്കെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ. എൻ്റെ അടുത്ത് മൺചട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായിട്ട് നാട്ടിൽ പോയിട്ട് വന്ന് ഇവിടെ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഗ്യാസിന് കയറി എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഗ്യാസ് കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് എല്ലാം എൻ്റെ കുക്കറിലായതുകൊണ്ട് ചട്ടിയിലൊന്നും കറി വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ചട്ടിക്കകത്ത് വെക്കുന്ന രുചിയൊന്നും ഇതിനകത്തൊന്നും വെച്ചാൽ കിട്ടത്തില്ല. എന്താ ചെയ്യുക. ഇപ്പോൾ ഗ്യാസ് എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലോക്കൽ അഡ്രസ്സ് വേണമെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്തായാലും കേരളത്തിൽ നമ്മൾ എന്തായാലും വീടൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ലോക്കൽ അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റേഷൻ കാർഡൊന്നും കൂടെ മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഹൗസ് ഓണറിനോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഓണത്തിന് മുന്നെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കുക്കിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ഓണം സീരീസൊക്കെ ചെയ്യാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഉരുളിയൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ചെമ്മീൻ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പക്ഷേ അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിലൂടെ ചക്കക്കുരുവും കൂടി ഇടുക, ചക്കക്കുരുവും മുരിങ്ങക്കോലും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രോൺസ് എടുത്ത് വറുക്കുവാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും ആഴ്ചയിൽ മേടിക്കാറുണ്ട് കേട്ടോ. ചെമ്മീൻ മാത്രം അവൾക്ക് ഇഷ്ടമാണ്, കാരണം മുള്ളില്ലല്ലോ. മുള്ളുള്ള മീനോട് പുള്ളിക്ക് പേടിയാണ് കേട്ടോ. നമ്മൾ എത്ര നോക്കിക്കൊടുത്താലും പിന്നെയും മുള്ളുണ്ടാവും ചോദിച്ചുകൊണ്ടിരിക്കും. ചെമ്മീനാകുമ്പോൾ മുള്ളുള്ള കാര്യം പേടിക്കേണ്ട. അതുപോലെ തന്നെ ചൂരമീനാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോഴത്തേനും അധികം വലിയ മുള്ളായതുകൊണ്ട് അങ്ങനെ കാണില്ലല്ലോ. മത്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ കറിക്കകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കടുകും കൊച്ചുള്ളിയും കറിവേപ്പില പിന്നെ വറ്റൽമുളകെല്ലാം കടുക് വറുത്തൊഴിക്കുകയാണ് ചെയ്യാറ്. എൻ്റെ കൂടെ ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിക്കകത്തേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും കറിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ കറി വെക്കാനായിട്ട്. എനിക്ക് ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യുന്നേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ റൂമിൽ ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ബെഡൊക്കെ നനഞ്ഞതുകൊണ്ട് മാറ്റിയിട്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പം ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കുവാണ്. ഞാൻ വിരിച്ചിട്ട് ശരിയായില്ല. അപ്പോൾ തന്നെ അപ്പോൾ ഒന്ന് ഷീറ്റൊക്കെ വിരിച്ച് തരുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിരിച്ചിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫൈനൽ ലുക്ക് നോക്കണം. എന്തായാലും റൂമൊക്കെ നീറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കാണാൻ കേട്ടോ. നാളെ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഇത് മൊത്തം അലങ്കോലാക്കിയിട്ടിട്ടുണ്ടാവും മൊത്തത്തിന്. അപ്പോൾ നമ്മുടെ പുതിയ ബെഡ്ഷീറ്റൊക്കെ നമുക്കിനി മേടിക്കണം കേട്ടോ. പഴയ ബെഡ്ഷീറ്റെല്ലാം പോകാറൊക്കെ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മാച്ച് ചെയ്യുന്ന പില്ലോ കവറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. വേറെ പില്ലുകളതൊക്കെ അടിയിലൊക്കെ ആക്കി സെറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുന്ന കാണാനായിട്ട്. അപ്പോൾ റൂമൊക്കെ അത്യാവശ്യം നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ബെഡ്ഷീറ്റും എല്ലാം സൂപ്പറായിട്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇനിയൊന്ന് റൂമിൻ്റെ ഫാനൽ വീഡിയോ എടുക്കുന്നുണ്ട് ഈ കർട്ടൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും ഞങ്ങൾ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.